ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെനഡിക്ട് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന 10-ാം ദിനം ഇന്ന് ഈ രാത്രിയിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 43-ാം വചനം. അവിടെ യാക്കോബ് വലിയ സമ്പന്നനായി, അവന് ഭൂമിയിൽ അനേകം ആടുമാടുകളും ഒട്ടകങ്ങളും ദാസിദാസന്മാരും ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഈശോയെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 30-ാം അധ്യായം 43-ാം വാക്യം. യാക്കോബ് വലിയ സമ്പന്നനായി, അവന് ധാരാളം ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഭൂമിയിൽ എല്ലാ കാലവും ഐശ്വര്യവും സമൃദ്ധിയും നേടി അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. എത്രമാത്രം വളർന്നാലും ദൈവമേ, എല്ലാം അങ്ങയുടെ ദാനമാണ് എന്ന് മനസ്സിലാക്കി അങ്ങയെ മഹത്വപ്പെടുത്തി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ അവർക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.